ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISL ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ഡിഫറൻറ്റ് ഫോർമാറ്റിൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഹോം മത്സരങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. അവരുടെ വരുമാനത്തിൽ വലിയ ഒരു തിരിച്ചടി അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം റവ സ്പോർട്സ് ഗ്ലോബൽ പ്രസിദ്ധീകരിച്ചിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിലെ ഒരു ഒഫീഷ്യൽ അവരോട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണത്തെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ആ ഒരു ഒഫീഷ്യൽ നൽകിയിട്ടുണ്ട്. അതായത് പങ്കെടുക്കാൻ തന്നെയാണ് ആഗ്രഹം, പക്ഷെ 40 കോടി രൂപയോളം ഒരു നഷ്ടം തങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് കാര്യങ്ങളെ സങ്കീർണമാക്കുന്നു എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും ഞങ്ങളെല്ലാവരും കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഞങ്ങൾക്ക് സഹിക്കാവുന്ന നഷ്ടത്തിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഏകദേശം 40 കോടി രൂപയോളമാണ് ഞങ്ങളെ ഇത്തവണ കാത്തിരിക്കുന്ന നഷ്ടം. കൊമേഴ്ഷ്യൽ പാർട്ണർ ഇല്ലാതെ, സാലറി ക്യാപ്പിന്റെ കാര്യത്തിൽ കട്ട് വരുത്താതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു വലിയ നഷ്ടം തന്നെ ഞങ്ങൾക്ക് ഏൽക്കേണ്ടി വരും. ലീഗ് ആരംഭിക്കാനും അതിൽ പങ്കെടുക്കാനും തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ നഷ്ടം എങ്ങനെ കുറക്കും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങളുടെ ഉടമസ്ഥർ നല്ല ആശങ്കയിലാണ്. ഇത്രയും വലിയ ഒരു നഷ്ടം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സിന് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, അവർ അതിനുള്ള ഒരുക്കമാണ്, റെഡിയാണ്. പക്ഷെ ഇത്രയധികം നഷ്ടം സംഭവിക്കുമ്പോൾ അത് കാര്യങ്ങളെ ബുദ്ധിമുട്ടിലാക്കും എന്നാണ് ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത്തവണത്തെ ISLൽ ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. AFCയുടെ ഒരു മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് ക്ലബ്ബുകൾ എല്ലാവരും ഒരു തീരുമാനം എടുക്കുക. പല ക്ലബ്ബുകളും പിൻവാങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.